ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനത് ഇതിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ അഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ജനം ടി വിയിൽ നടക്കുന്ന ഡിബേറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സിയാദ് കോക്കറുള്ള ഒരു വേദിയിൽ കച്ചറയായി. അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അഖിൽ എന്നെ വിളിച്ച് പറയുന്നത്, സായി എനിക്ക് നിന്നോട് അങ്ങനത്തെ സീനൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇയാളൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കഴിഞ്ഞിട്ടോ എന്നെ വിളിക്കണേ. ആ പോസ്റ്റ് വാസ് ലൈക്ക് ഞാനും ഖാദർ കരിപ്പൊടി ഞങ്ങൾ സുഡാപ്പീസ് ഈ പറഞ്ഞ SDPI ഇതിന്റെയൊക്കെ എന്താ ചാരന്മാരാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വലിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് ഭയങ്കര ഹേർട്ട് ചെയ്യും നമ്മള്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടീന്റെ ആളാന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളാകെ ഇതാവുമല്ലോ. അപ്പൊ നമ്മളത് സംസാരിച്ച് തുടങ്ങിയ ബന്ധമാണ് ഞാനും അഖിൽമാരും. അന്ന് മുതലേ അഖിൽമാരൊരു ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സീസണിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പമാണ് കോള് വന്നത്, ഇന്റർവ്യൂ ഞങ്ങൾ ഒപ്പമാണ് അറ്റൻഡ് ചെയ്തത്. സോ ആ ടൈമിൽ നമ്മൾ ഭയങ്കര സംസാരമാണ്, ഞങ്ങൾ രാത്രി മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രോസ്പെക്ട് ഉണ്ട്. ഭാവിയിൽ രാഷ്ട്രീയം അയാൾ എടുത്തു വെച്ചൊരു ഐഡിയ ആണ്, അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അഖിൽമാരാർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എപ്പോൾ വേണേ അയാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അത് അയാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയം എന്നുള്ള അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ പല സാഹചര്യങ്ങളിലായിട്ട് അയാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പല തോണിയിൽ കാലിട്ട് പോയിരുന്നു.